എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചേമ്പ് താളിച്ചതാണ്. ഇത് ചോറിൻ്റെ ഒപ്പം അതേപോലെ തന്നെ കഞ്ഞീൻ്റെ ഒക്കെ ഒപ്പം കഴിക്കുന്ന മലപ്പുറത്തുകാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം ചേമ്പൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലാണ് ഞാൻ ഈ ഒരു ചേമ്പ് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. 1/2 കിലോ ചേമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു താളിപ്പ് ഉണ്ടാക്കാനായിട്ട് ചെറിയ ചേമ്പാണ് എടുക്കാറുള്ളത്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഇതേപോലെ നീളെ കീറിയിട്ടുള്ള ഒരു 6 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് ഇവിടെ മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളകിന്റെ എരിവ് മാത്രമാണ് ഈ ഒരു താളിപ്പിനുള്ളത്. അതുകൊണ്ട് എരിവ് എത്രത്തോളം വേണോ അതിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. സാധാരണ കറിക്ക് കഷ്ണങ്ങളൊക്കെ വേവിക്കുന്ന പോലെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും വേവിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു ചേമ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ വേണ്ടുള്ളൂ. ഇത് കുറച്ചൊരു തിക്കായിട്ടാണ് ഈ ഒരു താളിപ്പ് ഇരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രം മതി. ഇനി കുക്കർ ഒന്ന് അടച്ചിട്ട് ഈ ചേമ്പൊന്ന് വേവിച്ചെടുക്കാം. പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഞാനൊരു 2 വിസിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കിനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 2, 3 വിസിലിൽ തന്നെ ഈ ഒരു ചേമ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഈ ചേമ്പിൽ 1, 2 കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഉടച്ചെടുക്കുന്നത്. ഇനി ഈ കറി താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാന് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നാടൻ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടാറ്. ഇപ്പം ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഒരു 3 എണ്ണം പൊട്ടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് ട്ടോ. ചെറിയുള്ളി ഇതേമാതിരി വട്ടത്തിൽ ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 ചെറിയുള്ളിയാണ് ഞാൻ ഇതേപോലെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുള്ളത്. ചെറിയുള്ളി കൂടുന്തോറും ഈ ഒരു താളിപ്പിന് നല്ല ടേസ്റ്റ് കൂടും. അതുകൊണ്ട് തന്നെ കുറച്ചധികം ചെറിയുള്ളി തന്നെ എടുത്തിട്ട് താളിക്കണം. ഈ ചെറിയുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരണം. നന്നായിട്ട് നിറമൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്ന വരയ്ക്കും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇപ്പം ഈ ചെറിയുള്ളീൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ചെറിയുള്ളി. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചേമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഈ ചേമ്പ് നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ കുറച്ച് വെള്ളത്തോടെയാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ 1, 2 കഷ്ണം ഉടച്ചോണ്ട് തന്നെ ഇപ്പൊ ഇത് നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ചാറ് വേണം. ഇത്ര കട്ടിയിൽ വേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി ട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ചേമ്പ് താളിപ്പ് റെഡി ആയിട്ടുണ്ട് ട്ടോ. വളരെ ഈസിയാണ് ട്ടോ ഇത് ഉണ്ടാക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ ഇത് കഞ്ഞീൻ്റെ ഒപ്പാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചോറിൻ്റെ ഒക്കെ ഒപ്പാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു താളിപ്പാണ് ട്ടോ ഇത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിൽ കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.